നിങ്ങൾക്ക് എത്ര എവിഡൻസുകൾ വേണം? നിങ്ങൾക്ക് എത്ര ലൈഫ് സ്റ്റോറീസ് വേണം? നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസുകൾ വേണം? ഞാൻ തരാം. എൻ്റെ മാത്രം തന്നെ ഇത്രയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ, ഈ ചുറ്റുവട്ടത്തുള്ള എന്തോരം മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുകൾ ഉണ്ടാവും. ഇവരുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരുകളുടെ കഥകൾ ഉണ്ടാവും. അതിൽ നിന്നും കിട്ടുന്ന സ്റ്റോറീസ് എത്ര ഉണ്ടാവും, എക്സ്പീരിയൻസുകൾ എത്ര ഉണ്ടാവും, ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററികൾ എത്ര ഉണ്ടാവും. പോട്ടെ, അത് വെറും ഒരു 2%, 5%, അല്ലെങ്കിൽ ഏറിപ്പോയ ഒരു 10% ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള എത്ര ആൾക്കാരുണ്ടാവും? അവരുടെയൊക്കെ കഥകളും. വളച്ചു കെട്ടില്ലാതെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ഈ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഒരു 3/4 കേസുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നവരിൽ ടു ദ എക്സ്ട്രീമിലേക്ക് എത്തുമ്പോഴാണ് അവർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്നതിലേക്ക് എത്തുന്നത്. ഇനീഷ്യലി തന്നെ ഒരാളും ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിത് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്കിത് നിർത്തണം എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ആരും വരാറില്ല. ഇതിലൊരു 90% നമ്മളുടെ അടുത്തേക്ക് ഒരു ഡി അഡിക്ഷനിലേക്കൊക്കെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കേസിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗവും ഒന്നില്ലെങ്കിൽ വീട്ടുകാർ കൊണ്ടുവരുന്നതോ പോലീസിൽ നിന്നും വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗലി വരുന്ന ആൾക്കാരാണ് പൊതുവെ നമ്മൾ കാണാറ്. ഇതിലൊക്കെ കോമഡി എന്താണെന്നറിയോ? ബിലോ 18 years of age. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയാം? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ടു ദ എക്സ്ട്രീമിലേക്ക് പോകുമ്പം തല തിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക്, ഓർ നമ്മളുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ കൂടുതലും നമ്മൾ കാണാറുള്ളത് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ കൂടുതൽ സ്റ്റഡീസിലും റിസർച്ചുകളിലൊക്കെ നമ്മൾ കാണുന്നത്. ഹൗ ഇസ് ദാറ്റ് വർക്കിംഗ്? നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.